മഹാരാഷ്ട്രയിൽ ബിജെപിയുടെ അട്ടിമറി വിജയത്തിൽ ഞെട്ടലോടെ കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസിന്റെ ദയനീയ പരാജയത്തിന്റെ ഉത്തരവാദിത്വം രമേശ് ചെന്നിത്തല ഏറ്റെടുത്തു. അവിശ്വസനീയമെന്ന് ഉദ്ധവ് താക്കറെ പ്രതികരിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് അദാനി അട്ടിമറിച്ചെന്ന് സഞ്ജയ് റാവത്ത് പറഞ്ഞു. അതേസമയം മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫഡ്നാവിസ് മുഖ്യമന്ത്രിയാകുമെന്നാണ് സൂചന. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ മഹായുതിക്ക് ലഭിച്ച അട്ടിമറി വിജയത്തിൽ എൻഡിഎ നേതാക്കളുടെ ആദ്യ പ്രതികരണങ്ങൾ ഇതൊക്കെയാണ്. पक्का जीतने वाले भी हजारों की तादाद में हार रहे हैं। कुछ जिले में ऐसे है कि हमारे एक भी सीट नहीं आ रहे। हम कैसे विश्वास कर सकते हैं? हमारे जो दिग्गज नेता हार रहे हैं, अच्छे अच्छे कैंडिडेट्स हार रहे हैं. മഹായുതിക്ക് ലഭിച്ച വിജയം അവിശ്വസനീയമാണെന്നാണ് രാഹുൽ ഗാന്ധി, ഉദ്ധവ് താക്കറെ, രാജ് താക്കറെ അടക്കമുള്ള നേതാക്കൾ പ്രതികരിച്ചത്. तसं पाहिलं तर एक जणू काही लाटेपेक्षा സുനാമി ചാലി. ബിജെപിയുമായി അടുത്ത ബന്ധമുള്ള ഗൗതം അദാനി തെരഞ്ഞെടുപ്പിൽ പണമൊഴുക്കി സ്വാധീനിച്ചെന്നും ഇതൊരിക്കലും ജനവിധിയല്ലെന്നും സഞ്ജയ് റാവത്ത് ആരോപിച്ചു. पैसा तो ऐसा है कि हर चुनाव क्षेत्र में नोटों की मशीन लगाई थी. അതേസമയം മഹാരാഷ്ട്രയിൽ കോൺഗ്രസിനുണ്ടായ കനത്ത പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുവെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. हमने 10 महीने से महाराष्ट्र में घूमे हैं, लोगों से बात कर रहे हैं, लेकिन आज की जो परिणाम जो निकला है ये बिल्कुल अविश्वसनीय है, അക്സെപ്റ്റബിൾ नहीं है. തോൽവിയുടെ കാരണം വിശദീകരിക്കാൻ സംസ്ഥാന അധ്യക്ഷൻ നാനാ പട്ടോളയും പാടുപെടുന്നുണ്ടായിരുന്നു. ബിജെപി ഓഫീസുകളെല്ലാം ആഘോഷ മൂഡിലാണ്. അണികൾക്ക് വിതരണം ചെയ്യാനുള്ള ജിലേബി ഉണ്ടാക്കാൻ സഹായിക്കാനും തിരക്കിനിടയിൽ ഫട്നാവിസ് സമയം കണ്ടെത്തി. ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ ബിജെപിക്ക് മുഖ്യമന്ത്രി പദം ലഭിക്കാനുള്ള ചരടുവലികൾ സജീവമാണ്. അതേസമയം പുതിയ നിയമസഭയിൽ അടുത്ത മുഖ്യമന്ത്രിയാകാൻ ഷിൻഡെ പക്ഷവും അജിത് പവാർ പക്ഷവും രംഗത്തുണ്ട്. പ്രാദേശിക വികാരം ഉയർത്തിക്കാട്ടിയാണ് ഇരുവരും വിലപേശുന്നത്. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.